ഹായ് എവരി വൺ. അപ്പം നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഫീസിബിൾ സൊല്യൂഷൻ നോട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എ സൊല്യൂഷൻ ഓഫ് 7 and 8. അപ്പോൾ 7 ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, 8 എന്താ കൺസ്ട്രെയിൻസ്. നോക്കിയാൽ നമുക്ക് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 7 സബ്ജക്റ്റ് ചെയ്യുന്നത് A7 and 8. അപ്പം ഈ കൺസ്ട്രെയിൻ്റെയും ഈ കൺസ്ട്രെയിൻ വിളിക്കുന്ന പേരെന്താ, കോസ്റ്റ് ഫംഗ്ഷൻസ് അല്ലേ. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും കോസ്റ്റ് കോഫിഷ്യൻ്റ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും സൊല്യൂഷനെയാണ് എന്ത് വിളിക്കുന്നത്, ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഫീസിബിൾ സൊല്യൂഷനെ ഡിനോട്ട് ചെയ്യുന്നത് SF എന്നാണ്. ദ SF ഈസ് ദി സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ. ഇപ്പം സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇക്വേഷൻ നമ്പർ 7ൻ്റെയും 8ൻ്റെയും സൊല്യൂഷൻ, അതായത് ആ കൺസ്ട്രെയിൻറ്റിൻ്റെയും കോസ്റ്റ് കോഫിഷ്യൻ്റും, അതായത് AX ഈക്വൽ ടു ബി, മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുവാണെങ്കിൽ AX ഈക്വൽ ടു ബി എന്ന ഒരു ഇതിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഒരു തിയറം ആണ്. അതായത് ഇറ്റ് ഈസ് പോസിബിൾ ടു ദാറ്റ് ദർ മേ ബി നോ ഫീസിബിൾ സൊല്യൂഷൻ ഇൻ ദാറ്റ് കേസ് SF ഈസ് empty. അത് ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഒരു തന്നിരിക്കുന്നതിന് ഫീസിബിൾ സൊല്യൂഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, SF ഈസ് empty ആയിരിക്കും. ആ സെറ്റ് ഫീസിബിൾ സൊല്യൂഷൻ്റെ സെറ്റ് empty ആയിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തൊരു തിയറം പറയുന്നത് ദ സെറ്റ് SF ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ഇഫ് നോട്ട് empty, അത് empty അല്ല എന്നുണ്ടെങ്കിൽ ഇസ് എ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ്. ഈ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റിനാണ് പോളിടോപ്പ് എന്ന് വിളിക്കുന്നത്. ഇസ് എ ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ബൗണ്ടഡ് ഫ്രം ബിലോ ആൻഡ് സോ ഹാസ് അറ്റ്ലീസ്റ്റ് വൺ വെർട്ടെക്സ്. അറ്റ്ലീസ്റ്റ് ഒരു വെർട്ടെക്സ് എങ്കിലും ഉണ്ടായിരിക്കും, അതായത് അതിനകത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന അതിനൊരു സൊല്യൂഷൻ ഫീസിബിൾ സെറ്റിൻ്റെത് സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതൊരു കോൺവെക്സ് സെറ്റ് ആയിരിക്കും. കോൺവെക്സ് സെറ്റ് ആണെങ്കിൽ മാത്രമല്ല അത് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, ആ വെർട്ടെക്സ് അതിനകത്ത് വരത്തുള്ളൂ, ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, അപ്പം അതിന് വേണ്ടി നമ്മൾ എഴുതിക്കുന്നു, പ്രൂഫ് എടുക്കുന്നത് രണ്ട് തരത്തിൽ ചെയ്യാം. ഫസ്റ്റ് എടുക്കാം, SF ഈസ് ദ ഇൻ്റർസെക്ഷൻ. SF എന്ന് വെച്ചാൽ ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഹൈപ്പർ പ്ലെയിൻസ് GI(x). ഈ GI(x)കളുടെ ഇൻ്റർസെക്ഷൻ ആണ് SF എന്ന് എടുക്കുന്നത്. SF സൊല്യൂഷൻ ആണല്ലോ. അതായത് നമ്മുടെ ഈ കൺസ്ട്രെയിൻസ് GI(x) = 0 എന്ന് പറയുന്ന കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാത്തിനെയും X ആണ് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ. ഇതിൻ്റെ ഈ GI(x)കളുടെ ഇൻ്റർസെക്ഷൻ, ഈ GI(x)കളുടെ എല്ലാ GI(x)കളുടെയും സൊല്യൂഷനാണ് SF എന്ന് പറയുന്നത്. SF ഈസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി constraints. GI(x) = 0 for I is equal to 1 to m, and the set H is equal to set of all x such that 0 less than or equal to S എന്ന് എടുക്കുന്നു. And the set H is equal to set of all x such that 0 less than or equal to x. 0യേക്കാൾ ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് ആണ് x എന്ന് പറയുന്നത്. All these are closed convex set and H is bounded from below ആണല്ലോ. അപ്പം ഇതെന്ന് പറയുന്നത് ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ്സ് ആണ്. അത് ബൈ ഡെഫിനിഷനിൽ തന്നിട്ടുണ്ട്. ഇത് SF എന്ന് വെച്ചാൽ നോൺ എംറ്റി ആയിരിക്കും. SF നോൺ എംറ്റി ആണെങ്കിൽ അതെന്തായിരിക്കും, കോൺവെക്സ് ആയിരിക്കും, കോൺവെക്സ് ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ ഓൾ ദീസ് ആർ കോൺവെക്സ് ക്ലോസ്ഡ് സെറ്റ്. അപ്പോൾ അതേപോലെ തന്നെ H എന്ന് വെച്ചാൽ എന്താ, H ഈസ് ബൗണ്ടഡ് ഫ്രം ബിലോ ആണ്. അതായത് 0 less than or equal to x എന്ന് എഴുതാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, അതെന്ന് പറയുന്നത് ബൗണ്ടഡ് ബിലോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. therefore നമുക്ക് എന്ത് പറയാം, SF ഈസ് എ ക്ലോസ്ഡ്. ദെൻ അപ്പം ഈ H എന്ന് പറയുന്നത് അപ്പം എന്തായി, അപ്പം ഈ H ബൗണ്ടഡ് ഫ്രം ബിലോയും ആണ്, ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റും ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ Hനകത്തുള്ള എക്സുകൾ എന്ന് പറയുന്നത് അത് എവിടുത്തതാണ്, ഈ ഇന്റർസെക്ഷനിൽ വരുന്ന എക്സുകളാണ്. therefore നമുക്ക് എന്ത് പറയാം, SF ഈസ് ക്ലോസ്ഡ് കോൺവെക്സ് സെറ്റ് ഫ്രം ബൗണ്ടഡ് ബിലോ ദെൻ ഇറ്റ് ഹാസ് എ വെർട്ടെക്സ് എന്ന് പറയാം. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഡയറക്റ്റ് പ്രൂഫിലോട്ട് ഈ SF-ന്റെ കോൺവെക്സിറ്റിയെ പറ്റി നമുക്ക് ഡയറക്റ്റ് പ്രൂഫിലോട്ട് പോവാം. അതിനെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നു, let x1 and x2 be two feasible solution. x1 ഉം x2 ഉം രണ്ട് feasible solution ആണ്. അങ്ങനെയാണെങ്കിൽ x1 greater than or equal to 0, x2 greater than or equal to 0. അത് ഓൾറെഡി കറക്റ്റ് ആണ്. എത്ര x ഉണ്ടായാലും അതെല്ലാം greater than or equal to അല്ലെങ്കിൽ less than or equal to ആണ്. feasible solution ആയതുകൊണ്ട് x1 greater than or equal to 0, x2 greater than or equal to 0 അല്ലേ, feasible solution ആയതുകൊണ്ട്. ഇനി ഓൾറെഡി നമുക്കറിയാം ഈ x1 greater than or equal to 0, x2 greater than or equal to 0 ആണ്. ദെൻ x1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും മെട്രിക്സ് ഫോമിൽ. എങ്ങനെ, AX1 equal to b. x2ന് കറസ്പോണ്ടിങ് എഴുതാൻ പറ്റും AX2 equal to b. ഇനി x എന്ന് വെച്ചാൽ
ഫീസിബിൾ സൊല്യൂഷൻ ഉള്ള സെറ്റിനകത്തുള്ളതാണ്. ദെൻ കോൺവെക്സ് ലീനിയർ x1ൻ്റെയും x2ൻ്റെയും ഒരു കോൺവെക്സ് ലീനിയർ ആയിട്ടാണ് എക്സിനെ എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? ദെൻ x is equal to 1 minus lambda x1 plus lambda x2 for 0 less than or equal to lambda less than or equal to 1. x1ഉം x2ഉം greater than or equal to 0 ആണ്. therefore x is a linear combination of x1 x2 ആണ്. therefore which is also greater than or equal to 0 ആണ് അല്ലേ? ഇനി രണ്ട് സൈഡിലും എ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ എക്സ് വൺ ഇസ് ഇക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് ലാംഡ x1 പ്ലസ് ലാംഡ x2 ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ എ x1 പ്ലസ് ലാംഡ x2 ദാറ്റ് ഈസ് അതെന്ന് പറയുന്നത് എന്താ? ബി ആണ് അല്ലേ? അതായത് നമുക്ക് എന്ത് പറയാം? ഈ ഇക്വേഷൻ 11ൽ നിന്നും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് കിട്ടി. അതേപോലെ എ എക്സ് ഈക്വൽ ടു ബി ആണെന്ന് കിട്ടി. therefore 11 and 12 mean that x is a feasible solution. Thus the convex linear combination of every two feasible solution is a feasible solution. therefore the set of all feasible, അതായത് നമ്മളെടുത്തു എ എക്സ് വണ്ണും ബിയും എ എക്സ് ടു ബിയും ഫീസിബിൾ സൊല്യൂഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ഈ രണ്ട് ഫീസിബിൾ സൊല്യൂഷൻ്റെ ലീനിയർ കോമ്പിനേഷനും എഗെയിൻ എന്താണ്? ഫീസിബിൾ സൊല്യൂഷൻ ആണ്. ദാറ്റ് ഈസ് എ എക്സ് ഈക്വൽ ടു ബി ആണെന്ന് കിട്ടി. therefore നമുക്ക് എന്ത് പറയാം? സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ, ആ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺവെക്സ് സെറ്റ് ആണെന്ന് പറയാം. ഇത് ഞാൻ ജസ്റ്റ് നോട്ടിൽ തന്നിരിക്കുന്നത് അതേപോലെ കൊടുത്തുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു.